മ്യൂസിയമാണ്. ഈ ഒരു ഹണി മ്യൂസിയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹണി മ്യൂസിയമാണ്. അതേപോലെ തന്നെ ലോകത്തിലെ രണ്ടാമത്തെ ഹണി മ്യൂസിയമാണ് ഈ ഒരു ഹണി മ്യൂസിയം. നമ്മുടെ ഹണി പ്രോസസ്സിംഗ് യൂണിറ്റാണ്. ഈ ഹണി പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ തേൻ്റെ അട കിട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിഴിഞ്ഞെടുക്കുന്നതാണ്. എല്ലാവരും ശരിക്കും ഇത് പിഴിഞ്ഞെടുക്കാൻ പാടില്ല, അറിയാം. പിഴിഞ്ഞെടുക്കാൻ പാടില്ല, അറിയാം. പണ്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ ശരിക്കും പിഴിഞ്ഞെടുക്കാൻ പാടില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ നമ്മളെന്ത് ചെയ്യും, തേനീച്ച കൂടെ ഒക്കെ പുകച്ച് തേനീച്ചകളെ മൊത്തം പുറത്ത് ചാടിച്ച് എന്നിട്ടൊക്കെയാണ് കൂടെ ഇടിക്കും പിടിയൊക്കെ ചെയ്യാം. പക്ഷെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിനുള്ള ഇതിൻ്റെ പറക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ടാവും, ഇതിൻ്റെ ലാർവകളുണ്ടാവും, ഇതിൻ്റെ മുട്ടകളുണ്ടാവും, ഇതിൻ്റെ ബോഡി വേസ്റ്റുകൾ, ബോഡി പാർട്സ്, ഓരോ എല്ലാ വേസ്റ്റസ് ഇൻക്ലൂഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന അടയിൽ കൂടെ ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യും, ഇത് പിഴിഞ്ഞെടുക്കുകയും ചെയ്യും. അപ്പോൾ പഴയ ആളുകളൊക്കെ പറയുന്നില്ലേ, തേനധികം കഴിക്കരുത്, തേനധികം കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവും, വയറുസ്തംഭനം ഉണ്ടാവും എന്നൊക്കെ. അത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. നമ്മൾ ഈ വേസ്റ്റസ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഹണി കഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തേൻ പ്രോസസ് ചെയ്യണം, തേനിലെ വേസ്റ്റ് കണ്ടന്റുകളൊക്കെ ഒഴിവാക്കണം. ആ ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മുടെ പ്രോസസ്സിംഗ് പ്ലാനിലൂടെ ചെയ്യുന്നത്. അതിനായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും നമ്മൾ റോ ആയിട്ട് ഹണി കളക്ട് ചെയ്യും. ഈ റോ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ഇതേപോലെ ആയിരിക്കും റോ ഹണി. നോക്കിയാൽ തന്നെ വേസ്റ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. തേനിൽ നോക്കിയാൽ തന്നെ വേസ്റ്റുകൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ തേനിലെ ജലാംശം കൂടുതലാണ്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും റോഹണിക്ക് ഇങ്ങനെ കളക്ട് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ റോഹണിയൊക്കെ ഈ ഒരു ചേമ്പറിലേക്ക് ആദ്യം എത്തിക്കുന്നത്. ഈ ചേമ്പറിന് 2 ലെയറുകളാണ്. ഈ പുറമേ കാണുന്ന ലെയറിൽ കംപ്ലീറ്റ് വെള്ളമാണ്. ഇതിനുള്ളിലത്തെ ലെയറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, തേൻ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെയ്യും, ഈ പുറമേ ലെയറുള്ള വെള്ളത്തിന് നമ്മൾ ചൂടാക്കും. വെള്ളവും തേനും മിക്സ് ആവുന്നില്ല, 2 ലെയറുകൾ. ഈ പുറമേ ലെയറുള്ള വെള്ളത്തിന് നമ്മൾ ചൂടാക്കും. വെള്ളത്തിൻ്റെ ചൂടുകൊണ്ടാണ് തേൻ ചൂടാവുന്നത്. തേന് ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല. തേൻ ഡയറക്റ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേനിലെ എല്ലാ ഔഷധ ഗുണങ്ങളും നഷ്ടപ്പെട്ടു. നമ്മൾ വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തേൻ ചൂടാക്കും. വെള്ളം നമ്മളൊരു 57 ഡിഗ്രി വരെയൊക്കെ ചൂടാക്കുന്നു. തേനൊരു 70 ഡിഗ്രീൻ്റെ അടുത്തേക്ക് തേൻ ചൂട് പോയിട്ടുണ്ടെങ്കിൽ തേനിൻ്റെ എല്ലാ ഔഷധ ഗുണങ്ങളും പോയി. നമ്മൾ വെള്ളത്തിന് 57 വരെ ചൂടാക്കി ചെയ്യും, വെള്ളത്തിൻ്റെ ചൂടുകൊണ്ട് തേൻ ചൂടാക്കും. ആ സമയത്ത് തേനിലെ വേസ്റ്റ് കണ്ടന്റുകളൊക്കെ ഇതേപോലെ മുകളിലേക്ക് പൊന്തി വരും. ചൂടാക്കുന്ന സമയത്ത് തേനിലെ വേസ്റ്റ് കണ്ടന്റുകളൊക്കെ ഇതേപോലെ മുകളിലേക്ക് പൊന്തി വരും. നമ്മളെന്ത് ചെയ്യും, മാനുവലി ഈ വേസ്റ്റ് കണ്ടന്റുകളൊക്കെ റിമൂവ് ചെയ്ത് കളയും ഈ ഒരു ചേമ്പറിൽ. എന്നിട്ട് എന്ത് ചെയ്യും, ബാക്കി വരുന്ന മൈക്രോ വേസ്റ്റ് ഒക്കെ ഒരു മൈക്രോ ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററിൻ്റെ സഹായം കൊണ്ട് റിമൂവ് ചെയ്യും. ഞാനാണ് നമ്മൾ 1ാമത്തെ ചേമ്പറിന് 2ാമത്തെ ചേമ്പറിലേക്ക്. സെക്കൻഡ് ചേമ്പറിലേക്ക് തേനെത്തുമ്പോൾ തേൻ നല്ല പ്യൂർ ആയിട്ടുള്ള ഹണിയായിരിക്കും. വേസ്റ്റ് കണ്ടന്റുകളൊന്നും തേനിലുണ്ടാകും. പക്ഷെ അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട തേനിലെ ജലാംശമാണ്. നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു റിഫ്ലക്ട്രോമീറ്റർ വെച്ചിട്ട് തേനിലെ ജലാംശം ചെക്ക് ചെയ്യും. ഇന്ത്യയിൽ തേൻ സെയിൽ ചെയ്യണമെങ്കിൽ 20% മാത്രമേ തേനിൽ ജലാംശം ഉണ്ടാകുന്നു. അത് ചെക്ക് ചെയ്യും. 20 ആണോ, 20 ആണെങ്കിൽ നമ്മൾ ചെയ്യും, അവിടെ നല്ല തേൻ കളക്ട് ചെയ്യും. പക്ഷെ നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ കിട്ടുന്ന തേനുകളൊക്കെ 20ൻ്റെ മേലെ ജലാംശം ഉണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ചേമ്പറിലേക്ക് തേൻ ചെയ്യും. ഇതൊരു വാക്വം ചേമ്പറാണ്. ഇതിനുള്ളിൽ കംപ്ലീറ്റ് പ്രഷറാണ്. ഈ പ്രഷറിൽ ഈ ചേമ്പറിലേക്ക് തേൻ ഒന്ന് വീഴുമ്പോൾ തേനിലെ വാട്ടർ കണ്ടന്റുകളൊക്കെ ബബിൾസ് രൂപത്തിൽ ഫോം ആവും. ഈ ബബിൾസ് രൂപത്തിൽ ഫോം ആവുന്ന വാട്ടർ കണ്ടന്റ് ഈ വാക്വം ചെയ്യും, നേരെ കൂളിംഗ് ടവറിലേക്കാണ് പോകുന്നത്. നേരെ കൂളിംഗ് ടവർ വെച്ച് തേനിലെ ജലാംശം തണുത്ത് വെള്ളമായിട്ട് മാറുക ചെയ്യും. അങ്ങനെ നമ്മൾ തേനിന്ന് വേർതിരിച്ചെടുക്കുന്ന വെള്ളമാണ്. സ്മെല്ല് ചെയ്ത് നോക്കണേ, സ്മെല്ല് ചെയ്ത് നോക്കാം. നമ്മളിവിടെ 300 കിലോയൊക്കെ പ്രോസസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾക്ക് നിന്നിട്ട് ഒരു 10-12 ലിറ്റർ വെള്ളം എന്ത് ചെയ്യാൻ പറ്റും, തേനിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇത്രയും പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ പ്യുവർ ആയിട്ടുള്ള ഹണി കിട്ടുന്നത്. ഇത്രയും പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതുപോലെ ഒരു പ്യുവർ ഹണി കിട്ടുന്നത്. ഈ ഹണിക്ക് എക്സ്പയറി ഇല്ല. 1000 കൊല്ലം വരെ ഉപയോഗിച്ചാലും ഈ തേന് ഒരു കേടുപാടും വരില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ടാവും കേട്ടോ, കൈയിട്ട് വാരി കടിക്കാതിരിക്കുക, ഡ്രൈ സ്പൂൺ മാത്രം ഉപയോഗിക്കുക, മൂടിയൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് വെക്കുക. ഈ രീതിയിലൊക്കെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ എത്ര കൊല്ലം വേണമെങ്കിലും ഈ പ്രോസസ്സിംഗ് ഹണി ഉപയോഗിക്കാൻ പറ്റും. ലൈഫ് ലോങ് ആണ്. നമുക്കുള്ളിലൊരു മ്യൂസിയം ഉണ്ട്, അതൊന്ന് വിസിറ്റ് ചെയ്യാം.